ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. കണ്ടില്ലേ കൂട്ടുകാരെ, പയറൊക്കെ വളർന്ന് നിൽക്കുന്നത് മീറ്റർ പയറാണ് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇതൊരു ഷോർട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ്. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ്. എൻ്റെ മോൾക്ക് ഒത്തിരി ആവേശത്തോടെ അവൾക്ക് എന്നെ ചെയ്യണമെന്ന് എന്നോട് ബാക്കിൽ നിന്ന് നടന്ന് പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഹാർവെസ്റ്റ് ചെയ്യുന്ന എൻ്റെ മോളും ഞാനും കൂടെ ചേർന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ മനസ്സിന് എന്താണ് തോന്നുന്നത്, നിങ്ങൾക്കും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊരു വേറൊരു സൈസ്, നമ്മൾ സാധാ വള്ളിപ്പയറാണ് കേട്ടോ, ഒരുപാട് നീളമൊന്നും വയ്ക്കാത്തത്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഈ സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതുപോലെ പുറത്ത് വരിക, പറിക്കുക, എന്നുവെച്ചാൽ ഹാർവെസ്റ്റ് ചെയ്യുക, ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വാഴകളൊക്കെ ഏകദേശം ഒന്ന് പൊങ്ങി തുടങ്ങി. എനിക്കതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിനൊരു സന്തോഷം. അതാണ് നമുക്ക് മനസ്സിനും സന്തോഷം, കണ്ണിനും ഒരു കുളിർമയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഈ പയർ തന്നെയാണ് ഹാർവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. മോൾക്ക് കാണിച്ചു കൊടുക്കാതെ അവളെ തനിയെ ചെയ്യാൻ വിടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പയർ വരെ അവൾ പറിക്കും കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ അവൾക്ക് അറിഞ്ഞുകൂടാ, അവൾ ചെറിയ പയറിനെ വരെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും, അവൾ ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു വേറൊരു സൈസ് പയറാണ്. ഇതിൻ്റെ പുറം തോട് എടുക്കില്ല, അകത്തുള്ള പയർ മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നെടുത്ത പയറായിട്ട്. ഇത്രയുണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു ദിവസത്തേക്കുള്ളത് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ട്. ഇത് എൻ്റെ മോൻ ചെയ്ത പന്തലാണ്, അവൻ്റെ പയർ സെക്ഷനാണ്. അപ്പോൾ ഇതിൽ തന്നെ 2 സൈസ് പയറുണ്ട്. പക്ഷേ ഈ പയർ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. ഈ പയറിന് നീളം കുറവാണെങ്കിലും ഒരുപാട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഞാൻ ചില വീഡിയോസിൽ മാത്രമേ ഹാർവെസ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ. എനിക്ക് അത്യാവശ്യമുള്ളതൊക്കെ ഇത്ര അവയിലിടണോ, സാമ്പാറിലിടണോ എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ വെണ്ടയ്ക്ക, തക്കാളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ പയറൊക്കെ പറിക്കാൻ പോകുമ്പോൾ എൻ്റെ നിലവിളിയൊക്കെ കേൾക്കുക. അതുകൊണ്ടാണ് ഞാൻ അതിനെ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ. എന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്നതിന് മുമ്പേ കട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ലൈവായിട്ട് വോയിസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ തന്നെ കേട്ട് നോക്കിയപ്പോൾ എൻ്റെ സൗണ്ട് അത്രയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ്. കാരണം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ചെറിയ പയറുകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ബീൻസാണ് കേട്ടോ. ഈ ബീൻസും ടൊമാറ്റോ, പിന്നെ ഈ വയലറ്റ് മുളക്, കാന്താരി മുളക്, ഇത് 3 എടുക്കാനാണ് ആവേശത്തോടെ എൻ്റെ കൂടെ കൂടിയത് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും തോട്ടത്തിൽ വരുമ്പോഴെല്ലാം എൻ്റെ പറയുന്നത് അടക്കണ്ടേ, പറിച്ചെടുക്കണ്ടേ, തോരൻ വെക്കണ്ടേന്ന്. കഴിക്കും കേട്ടോ. എനിക്കതാണ് കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ മക്കൾ കഴിക്കും. അപ്പോൾ പിള്ളേർ കഴിക്കാൻ നമ്മളിതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് കഴിക്കാൻ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും കുറച്ച് ആവേശം കൂടും കേട്ടോ. അങ്ങനെ ഇതിൽ ചെറിയതായിട്ടൊരു ചെറിയൊരു പുഴുക്കത്തുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഇത് വേണ്ട, അതിലെന്തെങ്കിലും കാണും, വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനങ്ങനെ അറിഞ്ഞില്ല മക്കളെ, കുഴപ്പമില്ല, നമുക്ക് കേടായ ഭാഗം മാറ്റിയിട്ട് ബാക്കി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ആ പയർ എടുപ്പിച്ചത് കേട്ടോ. കൊച്ചുമക്കളാകുമ്പോൾ ഒരുപാട് സംശയങ്ങളാണ്. എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ കേട് സംഭവിക്കണം, ഇത് കഴിച്ചാൽ കുഴപ്പമുണ്ടാവോ, നമുക്ക് അസുഖം വരുമോ, ഇത് പയറിന് അസുഖം വരുന്നതല്ലേ എന്നൊക്കെ പല സംശയങ്ങൾ കുട്ടികൾക്കുണ്ട് കേട്ടോ. ഇത് എനിക്ക് സത്യം, ഞാൻ രാവിലെ മക്കളും ഹസ്ബൻഡും പോയി കഴിഞ്ഞിരുന്നാലും എൻ്റെ കുറച്ച് സമയം എനിക്കൊന്ന് നിൽക്കാനൊക്കെ തോന്നും. കാരണം എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗാണ്. കാരണം നമ്മുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു തക്കാളി ആയിരുന്നാലും എനിക്കത് സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മളെക്കൊണ്ടത് പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനിപ്പോൾ ഒരു സംതൃപ്തിയുണ്ട്. വിഷമില്ലാത്ത കുറച്ചെങ്കിലും വെജിറ്റബിൾസ് എൻ്റെ കുടുംബത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാൻ കാരണം, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ചെങ്കിലും കൃഷി നിങ്ങൾ ചെയ്യുക. ഈ ഹാർവെസ്റ്റിംഗ് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ കാര്യം പറയും. ആർക്കെങ്കിലും 1-2 പേർക്ക് ചെയ്യാൻ സാധിച്ചാൽ എൻ്റെ വിജയം തന്നെ. നിങ്ങൾക്കും അതൊരു ചിന്ത ഉണ്ടായല്ലോ എന്നുള്ളൊരു മനസ്സിന് സന്തോഷം. ഞാൻ അറിഞ്ഞില്ലെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വീട്ടിൽ
ചെറുതായിട്ടെങ്കിലും ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ അതും എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും സന്തോഷമാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിന് ശേഷം ഉണ്ടായ ഒരു വലിയൊരു മാറ്റമാണ് കൃഷി, പൂന്തോട്ടം അതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു വീട്ടിൽ പോയിരുന്നാലും ചെറിയ രീതിയിലെങ്കിലും ഒരു ഗാർഡനോ, വെജിറ്റബിൾ ഗാർഡനോ, ഫ്ലവറിങ് ഗാർഡനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാതെ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ഒന്നും കാണില്ല. ചെടി വളർത്തുന്നതിനെക്കുറിച്ച് പറയുമ്പം തന്നെ അവർക്കൊക്കെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, നമുക്ക് വേറെ പണിയുണ്ട് എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു ജോലിയും പണിയും കൂലിയും ഇല്ലാത്തവരാണ് ഇതുപോലെയുള്ള ഗാർഡനിങ് ചെയ്യുന്നതെന്നാണ് ചില ആൾക്കാരുടെയൊക്കെ തെറ്റായ ധാരണ. അത് അവരുടെ മാത്രം ധാരണയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന് സന്തോഷം അതവർക്ക് അറിഞ്ഞുകൂടാ. അതവരത്ര സില്ലിയായിട്ട് കാണുന്നതുകൊണ്ടാണ്. നമ്മുടെ കൈകൊണ്ട് ഒരു ജീവനെ വളർത്തിയെടുത്ത് നമ്മളത് പറയുമല്ലോ, രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് ആർക്ക് പറഞ്ഞാലും അത് മനസ്സിലാവില്ല. ചിലരൊക്കെ നമ്മളെ വീട്ടിൽ ഈ പിരിവിന് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. അവർക്ക് കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിൽക്കും. ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ വാപ്പായേക്കാൾ നല്ല പ്രായമുള്ള ആൾക്കാർ അല്ലാത്തവരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അല്ലാതെ എൻ്റെ വീട്ടിൽ വരുന്ന ചില ബന്ധുക്കളൊക്കെ ചോദിക്കാറുണ്ട്, ഇതിനെന്തൊക്കെയാണ് വളം കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ചിലർ ഫോട്ടോ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വലിയ ഒരു ആഗ്രഹവും. കാരണം നമ്മൾ ചെയ്യുന്നതിനെ അംഗീകരിക്കുന്ന കുറച്ചല്ല കൂടുതൽ പേരുണ്ട്. കുറച്ച് പേര് മാത്രമാണ് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ കാണുന്നത്. കൃഷി ചെയ്യുന്നത് എന്തോ ഒരു മോശം എന്നുള്ള രീതിയിൽ കാണുന്നത്. ഞാനതൊന്നും വലിയ വകയ്ക്ക് എടുക്കുന്നില്ല. അത് അവർ ഒരു സൈഡിൽ ഇരുന്ന് അങ്ങ് ചിന്തിക്കട്ടെ എന്ന് ഞാൻ അങ്ങ് വിചാരിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാര്യം, അതെനിക്ക് ചില സമയങ്ങളിൽ സ്ട്രഗിൾ ആവുന്നുണ്ട്. അപ്പോഴാണ് എനിക്കതങ്ങനെ ഒന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനൊരു സമാധാനം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കുറച്ചെങ്കിലും വിഷമില്ലാത്ത വെജിറ്റബിൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ മാത്രം ഞാൻ സന്തോഷിക്കുന്നു. അത്രയും എനിക്കിനി പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ മോള് കിട്ടിയ വെജിറ്റബിൾസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കാൻ നോക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വേണ്ട മക്കളെ, 2 പാത്രത്തിലേക്ക് മാറ്റി, നമുക്ക് ഇനി എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അതിന് 2 പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഇത് അവരക്കല്ലല്ലോ നമ്മൾ പറയല്ലോ, വള്ളി അവര. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നൂഡിൽസിലിട്ട് കൊടുക്കും. അതുപോലെ പിന്നെ ഈ പ്ലെയിൻ നൂഡിൽസ്, മാക്രോണി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് എടുത്ത് വെച്ചതിന് ശേഷം പുതുതായിട്ട് കായകൾ ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കേട്ടോ. പിന്നെ വഴുതനങ്ങ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തതിന് 4ആയിട്ട് മുറിച്ച് ഫ്രൈ ചെയ്ത് നമ്മൾ മീനിനും ഇറച്ചിക്കൊക്കെ പൊരിക്കുന്ന മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടി അപ്പോൾ മോള് ഇതും നല്ല ഇഷ്ടമാണ് എടുക്കാൻ. എന്ന് വെച്ചാൽ കുറേ ദിവസം നോക്കി വെച്ചിരിക്കുന്നു. ഇത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ എന്നെയും കൂടെ വിളിക്കണേന്ന് പറഞ്ഞ് എന്നെ ബേക്ക് ചെയ്ത് നടക്കുകയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആളെയും കൊണ്ടുവന്നത്. പിന്നെ ഈ അമരയ്ക്ക ഒരു അടിപൊളി ചെടിയാണ് കേട്ടോ. ചിലർക്കൊന്നും വരുന്നില്ല എന്ന് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, മണ്ണിൻ്റെ വാക്കാണോ എന്താണെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ ഏറ്റവും നന്നായിട്ട് വരുന്നത് ബീൻസും അമരയ്ക്ക എല്ലാമാണ് കേട്ടോ. പിന്നെ നമ്മുടെ മലബാർ ചീര, ടൊമാറ്റോ ഒക്കെ വയ്ക്കുന്നത് 3/4 ഭാഗം നന്നായിട്ട് വരുന്നുണ്ട്. വെണ്ടയ്ക്ക എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ അമരയ്ക്ക നമ്മൾ ഒത്തിരി വലുതാവാൻ വേണ്ടി വിട്ടു കൊടുക്കരുത്. കാരണം ഉറ്റിപ്പോയ കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് ആകുമ്പോഴേക്കും നമ്മളതിനെ ഹാർവെസ്റ്റ് ചെയ്ത് തോരൻ വയ്ക്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു സവാള മാത്രം ഇട്ടാൽ മതി. ഇത് മുറ്റുമ്പോഴുള്ള പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ, അമരക്കയിൽ ചെറിയ കറുത്ത കുത്തുകളുണ്ടാവും. അപ്പോൾ അത് മുറ്റിയെന്നാണ് അർത്ഥം. അപ്പോൾ കയ്പടിക്കും. അപ്പോൾ ഈ അമരയ്ക്ക നിങ്ങൾക്ക് ഏതെങ്കിലും ഗാർഡനിൽ പോകുമ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി വയ്ക്കുക. അടിവളമായിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്ന വളം ഏറ്റവും നല്ലതാണ് കേട്ടോ. അതിലാണ് എല്ലാം ഉള്ളത്. നമ്മളൊന്ന് ചാണകവും വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ കമ്പോസ്റ്റ് കിട്ടുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിനെല്ലാത്തിനും കൊടുക്കുന്ന സമയത്ത് വളം കൊടുക്കുമ്പോൾ ഇതിനും കൂടെ കൊടുക്കാറുണ്ട്. അതാണ്
ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് ഇത് വളരാൻ വേണ്ടി വേറെ ഓർഗാനിക് വളങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. കെമിക്കൽ ഉപയോഗിക്കാറേ ഇല്ല. അത് തിരിഞ്ഞ് നോക്കണ്ട, ഞാനത് ചെയ്യുകയില്ല. ചിലർ വന്നിട്ട് പറഞ്ഞു ഈ വഴുതനങ്ങയൊക്കെ ചിലതെല്ലാം വലുതാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മണ്ണിൽ നട്ടതുകൊണ്ടാണോ എന്നറിയില്ല, കുറേയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ചിലരൊക്കെ പേരൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെയെങ്കിൽ നമുക്ക് കടയിൽ പോയി 100 രൂപ കൊടുത്താൽ ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് പറയുന്നത് സാമ്പാർ മലക്കറി വേണമെന്ന് പറഞ്ഞാൽ 1 കിറ്റ് കിട്ടും. നമുക്ക് നിസ്സാരമായിട്ട് വാങ്ങാം. അങ്ങനെ വാങ്ങുന്നത് കൊണ്ട് ഒരു വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇത് ടൊമാറ്റോ എനിക്ക് ഏകദേശം ഈ ചെടികളുള്ളതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയും പൂക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, വന്ന് അത് കായ ആവുന്നുണ്ടെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ ഇനി അതിനെ പിഴുത് മാറ്റിയിട്ട് അവിടെ ഇനി നമ്മുടെ ബുഷ് ബീൻസൊക്കെ വെക്കണം. അപ്പോൾ അതിനുള്ള വിത്തുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് മുളയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം അടുത്ത സെക്ഷനായിട്ട് വെക്കാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. മോള് ഹാർവെസ്റ്റ് ചെയ്തതിനെയൊക്കെ നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയാണ് കേട്ടോ. അവൾ ഹാർവെസ്റ്റ് ചെയ്താണല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇത് ഞാൻ ബുള്ളറ്റ് മുളകെന്നാണ് പറയുന്നത്. വെച്ചാൽ ബുള്ളറ്റിൻ്റെ ഷേപ്പിലിരിക്കുന്നുണ്ട്. പിന്നെ കൊണ്ടാട്ട മുളകെന്നും പറയാം. അപ്പോൾ ഇതെനിക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ട് മീൻ കൂട്ടാനും ഇറച്ചിക്കറിക്ക് അതുപോലെ വെജിറ്റബിൾ കറിക്ക് എല്ലാത്തിനും അത്യാവശ്യം നമുക്ക് എല്ലാത്തിനും വേണ്ട ഒരു കാര്യമാണ് മുളക്. ഇതിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വിഷം അടിച്ച് കിട്ടുന്നത്. കറിവേപ്പില, മല്ലിയില, മുളക് അതുപോലെയുള്ള സാധനങ്ങളിലാണ് ഏറ്റവും കൂടുതലും വിഷമുള്ളത്. സവാളയിലൊക്കെ വരുന്ന ഭയങ്കരമായ വിഷം, അത് നോക്കണം ഇനി അടുത്ത് സവാള ചെയ്യാൻ പറ്റുമെന്ന്. ഇത് നമ്മുടെ വയലറ്റ് കാന്താരിയാണ് കേട്ടോ. നല്ല എരിവാണ് കേട്ടോ. വയലറ്റ് കളറിലിരിക്കണം നിങ്ങൾ നോക്കണ്ട. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് എന്ന് വരുമ്പോഴും ഒരാൾ തൊട്ട് തലോടി ഇതെടുത്ത് പറിക്കുന്നില്ലേന്ന് ചോദിക്കും. ഞാൻ പറയും ഇല്ല മക്കൾ, കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ്. ഇന്ന് ഞാൻ എടുക്കില്ലായിരുന്നു, മോളെ നിർബന്ധത്തിലാണ് എടുത്തത്. പിന്നെ നെല്ലിക്ക ഇരിപ്പുണ്ട്, അച്ചാറിടുമ്പോൾ അതിലിടാം. പിന്നെ മരിച്ചിനി വാങ്ങിച്ചിട്ടുണ്ട്. ഈ കാന്താരി മുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ടൊരു ചമ്മന്തി ചട്നി അടിക്കാമെന്ന് വിചാരിച്ചു പറിച്ചു. അപ്പോൾ മൊത്തം ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് സന്തോഷമായി. ഒരു ഫാമിലിക്ക് ഇതൊക്കെ പോരെ, ഒരു ചെറിയ ഫാമിലിക്ക് ഇതൊക്കെ പോരെ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കുറച്ചെടുത്ത് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണം എന്ന് വെച്ചാൽ അവരൊക്കെ കാണുന്നതാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ, അവർക്കും കൊടുക്കണമല്ലോ. അങ്ങനെ അവർക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം വൈകുന്നേരമാണ് ഹാർവെസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ വിജയിച്ച് നിങ്ങൾ ഒരു മടിയും കാണിക്കേണ്ട, ഇന്ന് ചെയ്യാൻ തുടങ്ങുക. നല്ല റിസൾട്ടാണ്, നിങ്ങൾക്ക് മനസ്സിനും സന്തോഷമാവും, നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ മോള് ഹാർവെസ്റ്റ് ചെയ്തതാണ് ഇത്രയും വെജിറ്റബിൾസ്. അവളിത് എന്തൊക്കെയാണെന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്